ഒരു റിലേഷൻഷിപ്പ് വർക്ക് ചെയ്യാൻ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നതിനെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഒരു നല്ല ബന്ധം നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. ഒന്നാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ടുപേരും ഒരേ സമയത്ത് ദേഷ്യപ്പെടാതിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബന്ധത്തിൽ ഒരാൾ ദേഷ്യപ്പെട്ടിരിക്കുകയാണ്, അയാളുടെ മൂഡ് ഓക്കെ അല്ല, അയാൾ ഭയങ്കര ദേഷ്യത്തിലാണ് എന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊപ്പത്തിനൊപ്പം സംസാരിച്ച് നമ്മളും അതിനേക്കാൾ ദേഷ്യപ്പെടുന്ന രീതിയിലേക്ക് എത്താതിരിക്കുക. അപ്പോൾ രണ്ട് കൈ കൂട്ടിയടിച്ചാലല്ലേ ബഹളം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരാൾ ഓൾറെഡി ദേഷ്യത്തിലാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് താഴാൻ ശ്രമിക്കുക, നമ്മളൊന്ന് കാമായിരിക്കാൻ ശ്രമിക്കുക. അങ്ങോട്ട് എതിർത്ത് പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നതിന് പകരം അയാളുടെ ദേഷ്യം തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക. അവരെന്തെങ്കിലും പറയുകയാണെങ്കിലും അതിന് മറുപടി കൊടുക്കാതിരിക്കുക, ദേഷ്യപ്പെട്ട് സംസാരിക്കാതിരിക്കുക. അതിനുശേഷം അവരുടെ ദേഷ്യമൊക്കെ മാറി അവർ നല്ല മൂഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാവുന്നതാണ്, നമ്മുടെ ഭാഗം വിശദീകരിക്കാവുന്നതാണ്. നമുക്ക് എന്തെല്ലാം അതിൽ നിന്ന് ബുദ്ധിമുട്ടുണ്ടായി എന്നൊക്കെ നമുക്ക് അപ്പോൾ അവരൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് സംസാരിക്കാവുന്നതാണ്. അല്ലാതെ രണ്ടുപേരും മത്സരിച്ച് ദേഷ്യപ്പെട്ട് ബഹളം വയ്ക്കാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാര്യത്തിനും പരിഹാരം ഉണ്ടാവുകയില്ല, ആ ബന്ധം വഷളാവുകയും ചെയ്യും. അതുപോലെ തന്നെ ഓരോ തവണ വഴക്കുണ്ടാകുമ്പോഴും നമ്മൾ പണ്ടത്തെ കാര്യങ്ങൾ എടുത്തെടുത്ത് പറയാതിരിക്കുക. അന്ന് അങ്ങനെ പറഞ്ഞില്ലേ നിങ്ങൾ എന്നെ, അന്ന് നീ ഇങ്ങനെ ചെയ്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞു. അപ്പോൾ എല്ലാ തവണ വഴക്കുണ്ടാകുമ്പോഴും നമ്മൾ ആ പണ്ടത്തെ കാര്യങ്ങൾ എടുത്തുകൊണ്ട് വരേണ്ട ആവശ്യമില്ല. നെവർ യെൽ അറ്റ് ഈച്ച് അതർ അൺലെസ് ദ ഹൗസ് ഇസ് ഓൺ ഫയർ എന്നാണ് പറയുക. നമ്മുടെ വീടിന് തീ പിടിക്കുകയാണെങ്കിൽ മാത്രമേ നമ്മൾ അലറി വിളിക്കാൻ പാടുള്ളൂ. അല്ലാതെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾക്കും ഉറക്കെ ഷൗട്ട് ചെയ്തിട്ട് വീട്ടിലുള്ളവർക്ക് സമാധാനം കൊടുക്കാത്തൊരവസ്ഥ അങ്ങനെ ഉണ്ടാവാതിരിക്കുക. നമ്മൾ അനാവശ്യമായിട്ട് അലറി വിളിക്കുന്ന സ്വഭാവം നമുക്കുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. നമ്മൾ മിതമായ ശബ്ദത്തിൽ സംസാരിച്ചാൽ തന്നെ ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. നമ്മുടെ ആ ടോണാണ് പ്രധാനം. നമ്മൾ വളരെ സീരിയസ് ആണെന്ന് ആളുകൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവരത് ശ്രദ്ധിക്കും. അല്ലാതെ നമ്മൾ എല്ലാ കാര്യവും കുട്ടികളോടാണെങ്കിലും വീട്ടിലുള്ള ബാക്കിയുള്ളവരോടാണെങ്കിലും അലറി വിളിച്ച് സംസാരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. എത്ര വലിയ വഴക്കാണെങ്കിലും ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ആ വഴക്ക് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഒന്നിച്ച് ജീവിക്കേണ്ടവരാണ് എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. ഒരിക്കലും മനുഷ്യർ മറക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ പറയുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുകയോ ചെയ്യാതിരിക്കുക. നമ്മൾ വായ തോന്നിയതൊക്കെ വിളിച്ച് പറഞ്ഞ് നമ്മൾ അടിക്കും തൊഴിക്കുകയും എല്ലാം ചെയ്തിട്ട് പിന്നെ നമ്മുടെ ദേഷ്യം മാറുമ്പോൾ അത് ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലരുടെ മനസ്സിൽ നിന്നൊന്നും അത് മായില്ല. ഏതൊരു വഴക്കിലും ഒരു മിനിമം മര്യാദ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ഒരിക്കലും മറക്കാൻ പറ്റാത്ത വിധത്തിലുള്ള കാര്യങ്ങൾ പറയുകയോ ചെയ്യുകയോ ചെയ്യാതിരിക്കുക. പിന്നെയുള്ളതാണ് കീപ് ദ കമ്മ്യൂണിക്കേഷൻ ഓപ്പൺ. നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് തുറന്ന് പറയാൻ തയ്യാറാവുക. അല്ലാതെ അവരത് ഊഹിച്ച് മനസ്സിലാക്കട്ടെ, എനിക്ക് എൻ്റെ മുഖം കണ്ടിട്ട് അവരെന്താണ് ഞാൻ വഴക്കിട്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കാത്തത്, എൻ്റെ പ്രശ്നം എന്താണെന്ന് എന്തുകൊണ്ട് അവർ മനസ്സിലാക്കിയില്ല. അത് അധികം സ്ത്രീകളാണ് ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യാറ്. എന്താണ് അവരുടെ പ്രശ്നം എന്ന് തുറന്നു പറയുകയില്ല. മറ്റൊരാൾക്കാണെങ്കിൽ അതൊട്ട് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരിക്കില്ല. അപ്പം അങ്ങനെ മറ്റുള്ളവർ നമ്മുടെ മൈൻഡ് റീഡ് ചെയ്യണം എന്ന് അങ്ങനെയുള്ള ചിന്ത വെച്ച് പുലർത്താതിരിക്കുക. നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് സന്തോഷം ഉണ്ടെങ്കിലും അത് തുറന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തയ്യാറാവുക. എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, എനിക്ക് ഇന്ന കാര്യങ്ങൾ ഇഷ്ടമായില്ല എന്നുള്ളത് തുറന്ന് പറയുക. അപ്പോൾ അവരത് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കും. അല്ലാതെ ഞാൻ പറയാതെ തന്നെ അവരത് മനസ്സിലാക്കണം, എൻ്റെ മൂഡ് മനസ്സിലാക്കണം എന്നൊക്കെ ചിന്തിക്കുന്നത് എപ്പോഴും പ്രായോഗികമായിക്കൊള്ളണം എന്നില്ല. എപ്പോഴും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ അത് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി ചിന്തിക്കുക. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും തെറ്റ് പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറാവുക. നമ്മുടെ ഈഗോനെ മാറ്റി നിർത്തുക ഏതൊരു ബന്ധത്തിലും. അപ്പോൾ നമ്മുടെ ഭാഗത്താണ് തെറ്റെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് അഡ്മിറ്റ് ചെയ്യാനും അവരോട് സോറി പറയാനും, ആ സോറി പറയുക എന്ന് പറഞ്ഞ് വെറുതെ പറയുകയല്ല, സോറിയുടെ മീനിങ് എന്താണ്, പിന്നെ അത് നമ്മൾ ആവർത്തിക്കാതിരിക്കണം. എങ്കിലും ആ സോറിക്ക് വില ഉണ്ടാവുകയുള്ളൂ. മീനിങ് ഫുള്ളായ സോറി പറയാൻ നമുക്ക് കഴിയും, നമ്മുടെ തെറ്റ് അഡ്മിറ്റ് ചെയ്യാൻ നമുക്ക് കഴിയും, വീണ്ടും ആ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ ഈഗോനെ ആ റിലേഷൻഷിപ്പിൽ നിന്ന് മാറ്റി നിർത്തുകയാണെങ്കിൽ. അതുപോലെ തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ബി അവെയർ ഓഫ് യുവർ പാർട്ട്നേഴ്സ് ഫീലിങ്സ് ആൻഡ് ഇൻട്രസ്റ്റ്സ്. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഒരുപോലെ ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ ഒരാൾക്ക് മൂവി കാണാൻ പോകാനും ഷോപ്പിങ്ങിന് പോകാനും ഔട്ടിങ്ങും പാർട്ടിയും ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആളായിരിക്കും. പക്ഷേ ചിലപ്പോൾ നമ്മുടെ പാർട്ട്ണർക്ക് അത് ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അവരെ നിർബന്ധിച്ച് നിങ്ങൾ എന്തുകൊണ്ട് വരുന്നില്ല, മറ്റവരൊക്കെ പോകുന്നുണ്ടല്ലോ, അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ആളുകളുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഇവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾക്ക് നിർബന്ധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർക്കേണ്ട, നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കേണ്ട ആ ഒരു ബാധ്യത ഒരാളിൽ മാത്രമായിട്ട് കൊടുക്കാതിരിക്കുക. അപ്പം നമ്മൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ, നമ്മുടെ സഹോദരങ്ങളുടെ കൂടെ, സുഹൃത്തുക്കളുടെ കൂടെ ഒക്കെ നമുക്ക് പുറത്തു പോവാം, മൂവിക്ക് പോവാം, പാർട്ടിക്ക് പോവാം, കോഫി കഴിക്കാൻ പോവാം, റെസ്റ്റോറൻറ്റിൽ പോവാം. എല്ലാത്തിനും ഈ പാർട്ട്ണർ തന്നെ കൂടെ വരണം എന്നുള്ള നിർബന്ധം ഒഴിവാക്കുക. അവരും കൂടി ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അത് ഓക്കെയാണ്. അവർക്ക് അതിനോട് താല്പര്യം ഇല്ലെങ്കിൽ അവർ തന്നെ വരണമെന്ന് വാശി പിടിക്കാതിരിക്കുക. അതേ ഇൻട്രസ്റ്റ് ഉള്ള നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ നമുക്ക് പുറത്ത് പോകാവുന്നതാണ്. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തൊക്കെ പോയി എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഹസ്ബൻഡ് അവർ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോകുമ്പോൾ നമുക്കതൊരു പ്രശ്നമായിട്ട്
പ്രശ്നമായിട്ട് തോന്നാനുള്ള സാധ്യതയില്ല. അല്ലെങ്കിൽ ഈ എല്ലാ കാര്യത്തിനും ഭർത്താവിൻ്റെ കൂടെ മാത്രം പോവുകയും വീട്ടിൽ തന്നെ ഇരിക്കുകയും ചെയ്യുന്ന ഭാര്യമാർക്ക് ഭർത്താവ് ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോകുന്നതൊക്കെ വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ട് അനുഭവപ്പെടാറുണ്ട്. ഇപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അവരെ ഇങ്ങോട്ട് പോവാതെ പിടിച്ചു നിർത്തുക, നമ്മളും ഇങ്ങോട്ട് പോവാതിരിക്കുക. അങ്ങനെ ചെയ്യുന്നതിന് പകരം നമ്മുടെ അതേ ഇൻട്രസ്റ്റ് ഉള്ള സുഹൃത്തുക്കളുടെ കൂടെ നമുക്ക് ഷോപ്പിങ്ങിന് പോവുകയോ സിനിമയ്ക്ക് പോവുകയോ എല്ലാം ചെയ്യാം. അതുപോലെ തന്നെ ഹസ്ബൻഡ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ പുറത്ത് പോകുന്നത് അപ്പോൾ നമുക്കതൊരു പ്രശ്നമായി തോന്നില്ല. പിന്നെയുള്ളതാണ് നുണ പറയാതിരിക്കുക. ഏതൊരു റിലേഷൻഷിപ്പിലും ട്രാൻസ്പെറൻ്റ് ആയിരിക്കുക. അങ്ങനെ ആയിരിക്കുമ്പോൾ നമുക്കൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നുണ പറയുകയും എന്തെങ്കിലും ഒളിച്ചു വയ്ക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ മറ്റേ ആൾക്ക് നമ്മളൊന്നും ചെയ്യുന്നില്ലെങ്കിലും നമ്മളോടൊരു വിശ്വാസക്കുറവ് വന്നേക്കാം. അങ്ങനെ ട്രസ്റ്റ് ഇല്ലാത്ത ബന്ധങ്ങൾ എപ്പോഴും ഒരു പ്രശ്നത്തിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ബൗണ്ടറീസ് റെസ്പെക്റ്റ് ചെയ്യുക. നമുക്കൊരു ട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും അവരുടെ ഫോൺ പരിശോധിക്കണമെന്നോ അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ആക്സസ് ചെയ്യണമെന്നോ അങ്ങനെയൊന്നും തോന്നില്ല. അങ്ങനെ തോന്നരുത്. അവരെല്ലാവർക്കും അവരവരുടേതായ പ്രൈവസി കൊടുക്കണം. അവരുടേതായ ബൗണ്ടറിക്ക് ആ ലൈൻ ക്രോസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെ വിശ്വാസമില്ലായ്മ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് എപ്പോഴും ഫോൺ പരിശോധിക്കണം തോന്നുകയും അക്കൗണ്ട് ആക്സസ് ചെയ്യണം തോന്നുകയൊക്കെ ചെയ്യുന്നത്. ആ ഒരു ട്രസ്റ്റ് ഇല്ലാത്തതിൻ്റെ കുഴപ്പമാണ്. അപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിരിക്കുക, നുണ പറയാതിരിക്കുക, ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക ഏതൊരു റിലേഷൻഷിപ്പിലും. അതുപോലെ തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ് എപ്പോഴും എന്ത് ചെയ്താലും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ആ ആളെ പൂർണ്ണമായി മാറ്റി എല്ലാ ശീലങ്ങളും മാറ്റി പുതിയൊരാളാക്കാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള വിഡ്ഢിത്തങ്ങളൊന്നും ചെയ്യാതിരിക്കുക. എല്ലാ മനുഷ്യർക്കും അവരവരുടേതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കും. അത് നമുക്ക് മാറ്റാനൊന്നും പറ്റില്ല. അവരവരുടേതായ കുറ്റങ്ങളും കുറവുകളും നല്ല സ്വഭാവങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവരുടെ നല്ല സ്വഭാവങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അതിൽ സന്തോഷമായിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. അല്ലാതെ ഒരാളെ മൊത്തമായിട്ട് മാറ്റാനൊന്നും നമുക്ക് കഴിയില്ല. നമ്മളെ ഒരിക്കലും വേദനിപ്പിക്കാത്ത, ഒരു കുറ്റം കുറവില്ലാത്ത ആളൊന്നും ആയിരിക്കില്ല നല്ലൊരു പാർട്ട്ണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. തെറ്റ് സംഭവിക്കുമ്പോൾ അത് മനസ്സിലാക്കാനും അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും അതിൽ നിന്ന് മാറാനും ഒക്കെ ശ്രമിക്കുന്ന ഒരാളാണ് ഒരു നല്ല പങ്കാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാതെ ഒരിക്കലും തെറ്റ് സംഭവിക്കാത്ത, ഒരു പിഴവും ഇല്ലാത്ത, ഒരു കുറ്റവും കുറവില്ലാത്ത, ഒരിക്കലും നമ്മളെ വേദനിപ്പിക്കാത്ത അങ്ങനെയുള്ള ആളുകളൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകളൊക്കെ തിരഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നിരാശപ്പെടാനേ കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഒരാളുടെ കുറ്റങ്ങളും കുറവുകളും എല്ലാം അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാവണം. അങ്ങനെ അത് മനസ്സിലാക്കി അവരെ സ്നേഹിക്കാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ മാത്രമേ ഒരു ബന്ധം വർക്കൗട്ട് ആവുകയുള്ളൂ. പ്രയോറിറ്റൈസ് ഈച്ച് അതർ ഓവർ ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും നമ്മുടെ പാർട്ട്ണറായിരിക്കണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരിക്കേണ്ടത്. അല്ലാതെ മൂന്നാമതൊരാൾ അതിൻ്റെ ഇടയിൽ കയറി വരാൻ പാടില്ല. അത് അമ്മയായിരിക്കാം, അമ്മയമ്മയായിരിക്കാം, സഹോദരങ്ങളോ സുഹൃത്തുക്കളോ ആയിരിക്കാം. അങ്ങനെ ഒരിക്കലും ഒരു മൂന്നാമതൊരാളുടെ അഭിപ്രായം നമുക്ക് ചോദിക്കാവുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് നമുക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അവരോട് അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കാവുന്നതാണ്. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ തീരുമാനം എപ്പോഴും നിങ്ങളുടേതായിരിക്കണം. കാരണം നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണർക്ക് എത്ര കണ്ട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് നിങ്ങൾ എത്രമാത്രം മാന്യത കൽപ്പിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ, എത്ര മൂല്യം കൽപ്പിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്. മറ്റുള്ളവർക്ക് ചിലപ്പോൾ അത് മനസ്സിലായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ എപ്പോഴും ഒരു തീരുമാനം എടുക്കുമ്പോൾ അത് നിങ്ങളുടേത് മാത്രമായിരിക്കണം. വേറൊരാൾ അതിൻ്റെ ഇടയിൽ കയറി അഭിപ്രായം പറയാനും അതിന് തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ ഉള്ള അവസ്ഥ ഉണ്ടാക്കരുത്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഈസ് നോ പെർഫെക്റ്റ് പേഴ്സൺ ഔട്ട് ദെയർ എന്നുള്ളതാണ്. എല്ലാം തികഞ്ഞ ഒരാളെ കണ്ടുപിടിക്കാനൊന്നും നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. എല്ലാവർക്കും അവരവരുടേതായ കുറ്റങ്ങളും കുറവുകളും ഉണ്ടായിരിക്കും. നമുക്കും ഉണ്ടായിരിക്കും. അത് ചിലപ്പോൾ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞൊന്നും വരില്ല, മറ്റേ ആൾക്ക് കാണാൻ കഴിയുന്നുണ്ടായിരിക്കും നമ്മുടെ കുറ്റങ്ങളും കുറവുകളൊക്കെ. ചെറിയ ചെറിയ തെറ്റുകളും കുറ്റങ്ങളൊക്കെ പൊറുക്കാനും ക്ഷമിക്കാനും ഒക്കെ നമുക്ക് കഴിയണം. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അത് തുറന്നു പറയാനും അവരത് മനസ്സിലാക്കി തിരുത്താൻ തയ്യാറാവുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഒരു നല്ല ബന്ധം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ അവർ നമ്മുടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി തിരുത്താൻ അവർ പറയുമ്പോൾ അത് നമ്മളും തയ്യാറാവണം. അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കൊടുക്കൽ വാങ്ങലുകളിലൂടെയൊക്കെയാണ് ഒരു നല്ല ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ.